സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളുടെ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ട് ഹരിസാറ് നമ്മളുടെ കുരുവിളയുടെ മുന്നിലേക്ക് ചെല്ലുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഇസബല്ലയുടെയും കെവിൻ്റെയും പ്ലാൻ അനുസരിച്ച് അരുന്ധതി ഈ നന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രോത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇവരുടെയൊക്കെ വിചാരം നന്ദൻ ചന്ദ്രോത്ത് തന്നെയുണ്ട്. എല്ലാവരും വെറുതെ കെട്ടുകഥ പറയണതാണ്. പക്ഷേ അരുന്ധതി ചന്ദ്രോത്ത് വന്നതും ഈ പ്രഭാവതിയാണ് ഈ അരുന്ധതിയെ കണ്ടിട്ട് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഋഷീനെ നന്ദൻ കൊന്നു എന്നുള്ള കാര്യം അരുന്ധതിക്ക് അറിയാമെന്ന് പ്രഭാവതിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രഭാവതി സങ്കടപ്പെട്ട് നിൽക്കുമ്പം ഈ അരുന്ധതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മകൻ നന്ദൻ എവിടെ? സമയത്ത് പ്രഭാവതി നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്, നന്ദനെ കാണുന്നില്ല അരുന്ധതി, എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെയും ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയുമ്പം എങ്ങനെ വിവരം കിട്ടാനാ? നന്ദനെ നിങ്ങൾ തന്നെയല്ലേ ഒളിപ്പിച്ചേക്കണേ? പിന്നീട് അന്വേഷണം എന്ന് പറഞ്ഞ് നടന്നാൽ ഞങ്ങളെ സംശയിക്കില്ല എന്ന് വിചാരിച്ചോ? ഇന്ന് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തിയെ ഹാജരാക്കാതിരുന്നേ? ആ സമയത്ത് അരുന്ധതി എടുത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അരുന്ധതി നീ പറയണേ? ഞങ്ങൾ എന്തിനാ നന്ദനെ ഒളിപ്പിക്കണേ? ഞങ്ങളിന്ന് സ്റ്റേഷനിൽ ഹാജരാക്കാനിരുന്നതാ. രാവിലെ നോക്കിയപ്പോൾ നന്ദനെ കാണുന്നില്ല. ഇനി എനിക്കൊരു സംശയമുണ്ട്, നിൻ്റെ ആളുകളാണോ അരുന്ധതി ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയെന്ന്? ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അത് നന്നായി, ഇനി നിങ്ങൾക്കെതിരെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനല്ലേ ആ കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കണേ. ഞാനതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ എവിടെയോ മാറ്റി നിർത്തിയേക്കണേ. അതെനിക്ക് ഉറപ്പാണ്. നിനക്കൊരു കൊലയാളി മനസ്സുണ്ട്. എൻ്റെ മകനെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയതാ, ആ ലീനയെ നീ കൊന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊലയാളിയായ മകനെ സംരക്ഷിക്കാൻ നീ നോക്കും, അതെനിക്കറിയാം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നന്ദനെ കാണാതെ ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുക. ഇപ്പം നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന് പറയുമ്പം നീ എന്ത് ചെയ്യുമെന്നാണ് പറയണത്? നീ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. എന്തായാലും നന്ദൻ ഇവിടെയുണ്ട്, ഞാൻ അവൻ്റെ റൂമൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഈ അരുന്ധതിയാണെങ്കിൽ നന്ദൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി ഒരു കൂസലും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുമ്പം ഈ അരുന്ധതിക്ക് ചെറിയ സംശയമുണ്ട്, നന്ദൻ ഇവിടെ ഉണ്ടെങ്കിൽ പ്രഭാവതി എന്നെ തടയേണ്ടതല്ലേ? ഇനിയിപ്പോൾ ശരിക്കും നന്ദനെ കാണാതായി കാണുമോ? ഇനിയിപ്പോൾ ഇസബല്ലയും കെവിനും ഋഷിയും അറിയാത്ത വേറെ ഏതെങ്കിലും ശത്രുക്കൾ നന്ദൻ ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഈ അരുന്ധതിയാണെങ്കിൽ നന്ദൻ്റെ റൂമും അപ്പുറത്തുള്ള എല്ലാ റൂമുകളും കയറി പരിശോധിക്കുന്നുണ്ട്. പരിശോധന കഴിഞ്ഞ് വന്നതും പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അരുന്ധതിയുടെ പരിശോധനയൊക്കെ കഴിഞ്ഞില്ലേ, നന്ദനെ കിട്ടിയോന്ന്? ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, സത്യം പറ പ്രഭാവതി, നിങ്ങൾ നന്ദനെ എവിടെയാണ് മാറ്റി താമസിപ്പിച്ചേക്കണേന്ന്? ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞങ്ങൾ നന്ദനെ എവിടെയും മാറ്റി താമസിച്ചിട്ടില്ല. അരുന്ധതി ഞാൻ പറയുന്നത് വിശ്വസിക്കണം, എൻ്റെ മകനെ കാണാനില്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ തന്ത്ര, എനിക്കറിയാം, എന്തായാലും ഞാനിത് വെറുതെ വിടാൻ പോണില്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അരുന്ധതി ഒരു പണി കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതല്ലേ വേണ്ടത്? നിങ്ങളുടെ മകനെ കൊന്നവനെ ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞ് കേസ് കൊടുത്താൽ മതി, അപ്പോൾ പോലീസ് തന്നെ നന്ദനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളുന്നു. അത് കേട്ടതും അരുന്ധതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, നന്ദൻ ഇവരുടെ കസ്റ്റഡിയിലില്ലാന്ന്. എന്നാൽ ഞാൻ തൽക്കാലം ഇപ്പോൾ പോവുക, ഇനി കൂടുതൽ ആളുമായിട്ട് ഞാൻ തിരിച്ചു വരും, അതുവരേക്കും നിനക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ മകനെ കൊന്നവനെ എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നീ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും അരുന്ധതി ദേവികയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നന്ദന എവിടെയാന്ന്? അന്നേരം ദേവിക പറയുന്നുണ്ട്, മേഡം നന്ദുവിനെ കാണാനില്ലാന്ന്. എന്താ ദേവിക നീ ഈ പറയണ? നന്ദുവിനെ കാണാനില്ലാന്നോ? ഇന്നല്ലേ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞ്, എന്നിട്ട് പ്രഭാവതി തന്നെ എവിടെയെങ്കിലും മാറ്റിയതായിരിക്കും എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല മേഡം, അങ്ങനെ ഒരു പ്ലാനും ഞങ്ങൾക്കില്ല. ഞാനും അച്ഛനും ഹരിയങ്കളും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഋഷിയോട് തെറ്റ് ചെയ്ത നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി കൊടുക്കാൻ തന്നെ, അല്ലാതെ രക്ഷപ്പെടുത്തിയെടുക്കാനൊന്നും ഞങ്ങൾ നോക്കണില്ല. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ ദേവിക, നന്ദനെ പ്രഭാവതി എവിടെയെങ്കിലും മാറ്റി താമസിപ്പിച്ചേക്കണെയാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇപ്പോൾ തകർന്നു നിൽക്കുന്നത് അമ്മയാണ്. എന്തായാലും മേഡം അമ്മയെ ബുദ്ധിമുട്ടിക്കാനായിട്ടും കൂടി വരണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, മേഡത്തിനൊരു അമ്മയുടെ മനസ്സ് മനസ്സിലാവില്ലേ? നന്ദുവിനെ കാണാതായതിൻ്റെ പേരിൽ അമ്മ കരച്ചിലും ബഹളമായിട്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് മേഡം വന്നിങ്ങനെ ശല്യം ചെയ്യരുത്. എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദുവിനെ ഞങ്ങൾ കണ്ടെത്തും, അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തിയല്ലാത്തതുകൊണ്ട് വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കണേ. അത് ഞാൻ മിനിസ്റ്ററോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഇപ്പോൾ കുരുവിള അന്വേഷിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന് മനസ്സിലായതും അരുന്ധതി പിന്നെ പ്രഭാവതിയോട് യുദ്ധത്തിന് നിൽക്കാതെ പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കുരുവിളനെ കാണാനായിട്ട് ഹരിസാറ് വരാണ്. ഹരിസാറിനെ കണ്ടതും കുരുവിള ഭയങ്കര ബഹുമാനത്തോടു കൂടി ആ സാറോ വാ സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരിസാറ് ചെന്നിട്ട് കുരുവിളയോട് ചോദിക്കുന്നുണ്ട്,
ഒരു പെറ്റീഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കുരുവിള ചോദിക്കുന്നുണ്ട്, സാർ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ താനത് മനസ്സിലാവാത്തതുപോലെ ആക്ട് ചെയ്യണേ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് വ്യക്തമായിട്ട് പറയാം. MLA ദേവികയുടെ ഭർത്താവിനെ കാണാത്ത കേസിൻ്റെ അന്വേഷണക്കാരിയാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം കുരുവിള പറയുന്നുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമോ സാറെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി, അന്വേഷണം എവിടം വരെ ആയി, അതിനെക്കുറിച്ച് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ കിട്ടിയോ എന്ന് അറിയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇല്ല സാർ, പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ഹരിസാറ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ പറഞ്ഞല്ലോ സാർ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, ഒരുപാട് പബ്ലിസിറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രഹസ്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറയുമ്പം ഹരിസാറ് പറയുന്നുണ്ട്, രഹസ്യമായിട്ടാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണ്ടേ, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ അത്ര താല്പര്യമൊന്നും ഇല്ലാത്തതുപോലെയാലോ എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ഈ കുരുവിളയാണെങ്കിൽ പേടിക്കുന്നുണ്ട്. എന്നിട്ട് കുരുവിള പറയുന്നുണ്ട്, സാറെന്താ സാറേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അല്ല, ഇതിനു മുമ്പ് ദേവിക ഋഷീനെ കാണാനില്ല എന്നും പറഞ്ഞ് ആ ഒരു കേസ് അന്വേഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചായിരുന്നു, അന്നും നിങ്ങൾ വേണ്ട രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പം നന്ദൻ്റെ കാര്യം വന്നപ്പോൾ അതിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണത്, അതുകൊണ്ട് ചോദിച്ചതാണ്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ഇല്ല സാറേ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന്. അന്നേരം ഹരി സാറ് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ പുതിയ അന്വേഷണ ടീം വരും, അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന്. അതും പറഞ്ഞ് ഹരിസാറ് പോകുന്നുണ്ട്. ഹരിസാറ് പോയി കഴിഞ്ഞതും ഈ കുരുവിളയാണെങ്കിൽ ഫോൺ എടുത്ത് ഇസബെല്ലയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇസബെല്ല കോൾ എടുത്തതും എന്താ പാപ്പാന്ന് ചോദിക്കുമ്പം ബെല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങൾ, എന്ത് പറ്റി പാപ്പാന്ന് ചോദിക്കുമ്പം വേറൊന്നുമല്ല, ഇന്ന് ആ ജഡ്ജ് ഹരികൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇവർ ഈ അന്വേഷണം വേറെ ടീമിനെ ഏൽപ്പിക്കാൻ പോവാന്ന്. അങ്ങനെ സംഭവിച്ച പ്രശ്നമാവില്ലേ പാപ്പാന്ന് ചോദിക്കുമ്പം പിന്നെ പ്രശ്നമാവാതെ ഇത്രയും നാളും നമ്മൾ ചെയ്ത് കൂട്ടിയതെല്ലാം പൊളിയുമെന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇനിയിപ്പം നന്ദനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാൻ പാപ്പാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് കെവിനോട് പറയുന്നുണ്ട്, കെവിന് ആകെ പ്രശ്നമായി, നന്ദനെ ശരിക്കും കാണാതെ ആയേക്കണെയാണ്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, അപ്പം നീയല്ലേ പറഞ്ഞേ നന്ദൻ ചന്ദ്രോത്ത് തന്നെ കാണുമെന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ആ ജഡ്ജില്ലേ പാപ്പനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു, അയാൾ പറഞ്ഞത് പാപ്പനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുമെന്നാ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്തായാലും ഞാൻ ആ അരുന്ധതി മേഡത്തെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, അവരിന്ന് ചന്ദ്രോത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, എന്തായാലും നീ ഒന്ന് വിളിച്ച് നോക്ക്, അവർ പോയിട്ട് നന്ദനെ കണ്ടോന്ന് അറിയാലോ എന്ന്. അങ്ങനെ ഇസബെല്ല ഫോൺ എടുത്ത് അരുന്ധതിക്ക് വിളിച്ചതും അരുന്ധതി ഫോൺ എടുത്തിട്ട് ബെല്ലയോട് പറയുന്നുണ്ട്, ഞാൻ ഇസബെല്ലയെ വിളിക്കാൻ തുടങ്ങായിരുന്നു, അപ്പോഴാണ് ഇസബെല്ല വിളിച്ചത്, എന്താ മേഡം ചന്ദ്രോത്ത് പോയിട്ട് അവിടെ നന്ദനെ കണ്ടു എന്ന് ചോദിക്കുമ്പം അവിടെ നന്ദനും ഇല്ല, ആരുമില്ല, എന്തായാലും ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട്, അത് ആരാന്നറിയില്ല, ചന്ദ്രോത്തുള്ളവർ നന്ദനെ അങ്ങ് മാറ്റിയിട്ടൊന്നുമില്ല, അവർ നന്ദനെ കാണാത്ത വിഷമത്തിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ ആരായിരിക്കും നന്ദനെ ഇവിടുന്ന് മാറ്റിയെന്ന് ചോദിക്കുമ്പം അതറിയില്ല, ഇനിയിപ്പോൾ നന്ദന് മൂന്നാമതൊരു ശത്രു ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് നമ്മൾ നന്ദനെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇപ്പം തന്നെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയില. ഇന്ന് ആ ജഡ്ജ് പാപ്പനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു, ജഡ്ജ് പറഞ്ഞത് പാപ്പൻ്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് വേറെ ആളെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന്. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, എന്നോട് ദേവികയും ഇത് തന്നെ പറഞ്ഞ്, എന്തായാലും വേറെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പെടും, കൂടെ ഞാനും പെടും, പിന്നെ നന്ദനെ കൊടുക്കാൻ നോക്കിയിട്ട് ഇതിൽ കുടുങ്ങുന്നത് നിങ്ങളായിരിക്കുമെന്ന്. ആ സമയത്ത് ഇസബെല്ലയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇസബെല്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കെവിനോട് പറയുന്നുണ്ട്, എടാ കെവിനെ, എനിക്കെന്തോ ഇപ്പോൾ പേടിയാവുക, ഇത്രയും ദിവസം എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെല്ലാം ചോർന്ന് പോണ പോലെ, ഇനി നന്ദന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ, നന്ദനെ ആരെങ്കിലും അപായപ്പെടുത്തി കാണുമോ? ഇത് കെവിൻ പറയുന്നുണ്ട്, ഇല്ല ബെല്ല, അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല, നന്ദൻ ചിലപ്പോൾ പേടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണമായിരിക്കും എന്ന് പറയുമ്പം ഇല്ലടാ, അവൻ തന്നെയല്ലേ സ്റ്റേഷനിൽ ഹാജരായി കുറ്റം സമ്മതിക്കണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് അവൻ മാറി നിൽക്കാനൊന്നും സാധ്യതയില്ല. ഇനി നിൻ്റെ അറിവിൽ നന്ദന് വേറെ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇല്ല ബെല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും അവന് ശത്രുക്കളൊന്നുമില്ല, എന്തായാലും നമ്മൾ എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണം. ഇനിയിപ്പോൾ പാപ്പനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വേറെ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിക്കും, അതോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും പൊളിയുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട, ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ പറ്റും, എന്തായാലും ഹരിയങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, ഹരിയങ്ങളുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും അല്ല മോളെ, എന്തായാലും നന്ദനെ കാണാതായിട്ട് ഇത്രയും സമയമായി, പോലീസ് അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, ആ DYSPയുടെ അന്വേഷണത്തിൽ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല അമ്മേ, എന്തായാലും അയാൾ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് വേറെ ആരെങ്കിലും അന്വേഷണം
ഗിരീഷിനെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം തന്നെ അയാളെ മാറ്റിയിട്ട് വേറെ ആളെ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ രജനിയും ഗിരീഷിനും വരാണ്. രജനിയും ഗിരീഷും വന്നതും രജനി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുമ്പം അവിടെ നമ്മുടെ ദേവിക നിൽക്കണം കാണുന്നുണ്ട്. ദേവികയെ കണ്ടതും ഈ രജനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് രജനി ദേവികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ? എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ പിന്നെ ഇവിടുന്ന് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ പറയണേ, ഞാൻ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെയാണ് നിൽക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ, അല്ല നന്ദു കൂടി ഉണ്ടായിരുന്നപ്പോൾ നീ നിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കണേന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, രജനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ നീ പോയി അമ്മയെ കണ്ടിട്ട് വാന്ന്. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്നും മിണ്ടണില്ല, ഞാനൊന്ന് അമ്മയെ കാണട്ടെ എന്നും പറഞ്ഞ് രജനി അകത്തേക്ക് കയറി പോകുമ്പം ഈ ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.